ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. അപ്പോൾ ഇന്ന് നമ്മൾ ഭോജ്പാൽ മഹോത്സവ മേള കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. എല്ലാ ഇയറിലും വിൻ്റർ സീസണിലാണ് കേട്ടോ ഇവിടെ മേള നടക്കാറ്. ഭോപ്പാലിലെ ദശര മൈതാനിലാണ് എല്ലാ ഇയറും മേള കണ്ടക്ട് ചെയ്യാറ്. ഭോപ്പാലിലെ ബിഗ്ഗസ്റ്റ് മേള എന്ന് പറയുന്നത് തന്നെ ഈ ഭോജ്പാൽ മഹോത്സവ മേളയാണ്. ശരിക്കും ഒരു വൈഡ് ഏരിയയിലായിട്ടാണ് മേള കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ കൂടുതലും വിൻ്റർ ജാക്കറ്റ്, ബ്ലാങ്കറ്റുകൾ, ഷൂസ്, സോക്സ്, ക്യാപ്പ്, പിന്നെ ഇയർ മഫ്ലേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കൂടുതലും മേളയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ മേള എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫുഡ് അടി, ബേൽപൂരി, പാനിപ്പൂരി, മസാൽപൂരി പറയുന്ന കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പനീറിൻ്റെ വെറൈറ്റീസ്, ക്യാൻഡീസ്, പിന്നെ ഇവരുടെ അച്ചാറിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. എത്ര വെറൈറ്റി അച്ചാറുകളാണെന്നറിയോ. കണ്ടപ്പോൾ തന്നെ ശരിക്കും കൊതി തോന്നിട്ടോ. പിന്നെ ഫ്രൂട്ട് സലാഡിൻ്റെ സ്റ്റാളുകൾ, പിന്നെ എന്തൊക്കെ കഴിച്ചാൽ ഈ തണുപ്പത്ത് നല്ലൊരു ചൂട് ചായ കുടിക്കുന്നതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയല്ലേ. പിന്നെ നേരിന് കാറിലിരുത്താന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അവൾക്ക് ഡെക്ക് മതിയെന്ന്. പിന്നെ നോക്കുമ്പോൾ ഡെക്കല്ല കിട്ടിയത്, ടോട്ടോയ്സും പറ്റുവാണെന്ന് തോന്നുന്നു. അതിൽ കുറച്ച് നേരം കളിച്ചപ്പോൾ പിന്നെ ആൾ ഹാപ്പിയായി. ഈ മേളയ്ക്കകത്ത് തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് 2 ഇയേഴ്സും നമ്മൾ മേള കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് 3rd ടൈമാണ് നമ്മൾ വരുന്നത്. ഇത്തവണ ലാസ്റ്റ് 2 ഇയേഴ്സിനേക്കാളും നല്ല ഗ്രാൻഡായി തന്നെയായിരുന്നു മേള കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ എന്തൊക്കെയോ മേടിച്ച് കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോഴായിരുന്നു അവിടെ ജംഗിൾ ബുക്കിൻ്റെ ഒരു തീം കണ്ടത് കേട്ടോ. ജംഗിൾ ബുക്ക് കാണാൻ നേരുവിനേക്കാളും തിടുക്കം കൂട്ടിയത് അവളുടെ പപ്പയായിരുന്നു. ആള് വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ. അകത്ത് കയറി നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അകത്ത് കുറേ അനിമൽസിനെയൊക്കെ കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. നേരെ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. എനിക്കവിടെ കണ്ട ഹോം ഡെക്കേഴ്സ് ആയിരുന്നു ഒത്തിരി ഇഷ്ടമായത്. പക്ഷെ അത് മേടിച്ച് എങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. കൂടുതൽ നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എൻ്റെ ബാഗിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും നോക്കാൻ നിന്നില്ല, പതുക്കെ അവിടെ നിന്ന് തിരിച്ചു. പുറത്ത് വന്ന് നോക്കുമ്പോൾ മേളയുടെ ഭാഗമായിട്ട് അവിടെ സർക്കസ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ സർക്കസ് ചെറുതായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കണ്ടതാണ് കേട്ടോ. നേരുവിൻ്റെ പപ്പയാണെങ്കിൽ സർക്കസ് ഇതുവരെ കണ്ടിട്ടുമില്ല. എന്നാൽ പിന്നെ കണ്ടേക്കാന്ന് കരുതി. നേരുവിന് ആദ്യം കണ്ടിട്ട് എന്താ സംഭവം ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. പിന്നെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ആൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എന്ത് മനസ്സിലായിട്ടാണെന്നൊന്നും അറിയില്ല. പക്ഷെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും എണീറ്റ് നിന്ന് ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് എനിക്കും ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിലും ആനിമൽസിനെ കണ്ടപ്പോഴാണ് കേട്ടോ ആൾക്ക് ഏറ്റവും ഇഷ്ടമായത്. സർക്കസ് കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ തണുപ്പ്. വീടെത്തുമ്പോഴേക്കും ഐസാവും എന്നുള്ളത് ഷുവർ ആയിരുന്നു. എന്നാലും ചിരിച്ചുകൊണ്ട് ബൈ ബൈ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാനായിട്ടും കുറയ്ക്കുന്നില്ല. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.